പ്രതിസന്ധികൾ എത്ര ശക്തമാകട്ടെ, വെല്ലുവിളികൾ എത്ര ശക്തമാകട്ടെ, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തും. വെല്ലുവിളികൾക്കോ പ്രതിസന്ധികൾക്കോ അവരെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. മരണഭീതി മാറിപ്പോയ ദൈവജനമാണ് നമ്മൾ എന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് പത്മോസിലായിരുന്ന യോഹന്നാൻ ഒറ്റയ്ക്ക് ആത്മാവിലായെങ്കിൽ അതേക്ക് വീട്ടിലിരുന്ന് മറ്റ് നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് ആത്മാവിലാകുവാൻ നമുക്ക് സാധിക്കയില്ലയോ? ഇന്ന് പകൽക്കാലം അങ്ങനെ ദൈവാത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ധാരാളം കാര്യങ്ങൾ ഉപദേശപരമായി, ഗുണപരമായി, ഉപമകളിലൂടെ അല്ലാതെയും ഒക്കെയും നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക കാര്യങ്ങൾ ഖണ്ഡിത പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതിന് ആമേൻ ആമേൻ എന്ന ആ ഒരു പദപ്രയോഗത്തോടെ ആ പറയുന്ന കാര്യങ്ങളെ അരക്കിട്ടുറപ്പിച്ച് ശക്തമായ ഭാഷയിൽ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞ അനേക വാക്കുകളുണ്ട്, ആശയങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്ന് പകൽ നമ്മൾ വായിച്ചത്. യോഹന്നാൻ 12:24. സ്തോത്രം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മരണഭീതിയിൽ ലോകമായിരിക്കുന്നു. എൻ്റെ ജീവൻ നിലനിൽക്കുമോ, അതോ ഞാൻ മരിച്ചു പോകുമോ, അതോ ഞാൻ തകർന്നു പോകുമോ, എനിക്ക് എൻ്റെ നാട്ടിൽ എത്താൻ കഴിയുമോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉറ്റവരെ, ഉടയവരെയും കാണാൻ പറ്റുമോ എന്നുള്ള ഭാരത്തോടെ, വേദനയോടെ തകർന്നിരിക്കുന്ന വലിയൊരു കൂട്ടം ജനതയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ ഈ വാക്കുകളുടെ അതേ വ്യാപ്തി, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ബോധപൂർവം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുവന് ഉണ്ടാകാൻ പോകുന്ന ഭാവിപരമായ അനുഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരു സാധാരണ ധാന്യത്തിന്റെ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന അനന്തമായ നിത്യജീവന്റെ ഒരു സത്യമാണ് ഇന്ന് പകൽക്കാലം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണ് പശ്ചാത്തലം? യേശുവിനെ കാണുവാനായിട്ട് ചില പ്രിയപ്പെട്ടവർ വരുന്നു. ആ കാണാനായിട്ട് വരുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. കാരണം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ലാസറിന്റെ മരണവും അതേ കർത്താവ് അവനെ മരിച്ചവൻ ഉയർപ്പിച്ച ചരിത്രവും. അങ്ങനെ ലാസറിന്റെ മരണ ഉയർപ്പ് കഴിഞ്ഞിട്ട് യേശു അവിടെ ഒരുക്കിയ വിരുന്നിനകത്ത് പങ്കെടുക്കുന്നു. അതിനുശേഷം ഈ ഒരു സംഭവ വികാസങ്ങളുടെ കേൾവിയും അറിയിപ്പുകളും അതിൻ്റെതായ പരസ്യങ്ങളും ഒക്കെ ആ ദേശത്തുണ്ടായപ്പോ ആളുകൾ കൂടുതൽ കൂടുതൽ യേശുവിന്റെ അടുക്കിലേക്ക് വരുവാനിടയായി. അങ്ങനെ യവനന്മാരായ ചില ആളുകൾ യേശുവിനെ കാണാനായിട്ട് വന്നു. എന്താണ് യവനന്മാർ? അന്നത്തെ ഹെലനിസ്റ്റിക് ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. ഹെലനിസ്റ്റിക് എന്ന് പറയുമ്പോ അതേ ഗ്രീക്ക് ദേശത്ത് പാർക്കുന്ന യഹൂദന്മാരെയും ഹെലനിസ്റ്റിക് എന്ന് പറയാം. എന്നാൽ ഹെലനിസ്റ്റിക് എന്ന പൊതുവെ അറിയപ്പെടുന്ന ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഇവര് ജാതികളാകാം, അല്ലെങ്കിൽ അതേ പ്രോസലൈറ്റ്സ് ആകാം. എന്ന് പറഞ്ഞാൽ യഹൂദ മതാനുസാരികളായിട്ട് വന്നവരാണ്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവര് അവിടെ പുരുഷാരം യെരുശലേമിൽ
പെരുന്നാളിന് കൂടിയപ്പോൾ ആരാധിക്കാനായി നമസ്കരിക്കാൻ വന്നവരിൽ ചിലരാണ്. അപ്പൊ അവരവിടെ വന്നു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ വൃത്താന്തങ്ങൾ അറിയുന്നു. യേശുവിനെ കുറിച്ച്, യേശുവിന്റെ യുണീക്നെസ്, അതുല്യത അവർ മനസ്സിലാക്കുന്നു. അപ്പൊ അവർക്ക് യേശുവിനെ കാണാൻ ആഗ്രഹം. അങ്ങനെ യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ ഫിലിപ്പോസിനെ സമീപിക്കുന്നു. ഫിലിപ്പോസ് ഈ വിഷയം അന്ത്രയോസിനോട് പറയുന്നു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ഇവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. എന്താണ് ഈ ഹെലനിസ്റ്റിക് ആയിട്ടുള്ള യവനന്മാരുടെ പ്രത്യേകത? ഇന്ന് ലോകത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന അതായത് സൈക്കോളജിയുടെ അതുപോലെ യുക്തിചിന്തകളുടെ ഒക്കെ ഈറ്റില്ലം എന്ന് പറയുന്നത് യവനദേശമാണ്. അവിടെ ഉണ്ടായിരുന്ന മഹാന്മാരാണ് ഈ സൈക്കോളജിയുടെ ഒക്കെയും അതേ പിതാക്കന്മാരെന്നറിയപ്പെടുന്നവര്. അപ്പൊ അവര് വളരെ യുക്തിപരമായി ചിന്തിക്കുന്നവരാ. നമുക്കറിയാം, നമ്മുടെ ദൈവദാസനായ പൗലോസ് അവരുടെ ഇടയിൽ ചെന്നപ്പോൾ അവരുടെ ഇടയിലെ ചിന്തകൾ പറയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വേദിയെക്കുറിച്ചും അവിടെയുള്ള വേദിക്കല്ലിനെ കുറിച്ചും ഒക്കെ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോ അവരുടെ ഇടയിൽ യുക്തിപരമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒത്തിരി ചിന്തകളുണ്ട്. ഇവർക്ക് എന്തൊക്കെയോ യേശുവിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ചിന്ത എന്താണ് എന്നവിടെ എഴുതിയിട്ടില്ലെങ്കിലും യേശുവിന്റെ മറുപടിയിലൂടെ അവരുടെ അകത്തെ ചിന്ത എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോ ഇവർ യേശുവിന്റെ അടുക്ക വന്നപ്പം യേശുവിനോട് ഇവരൊന്നും ചോദിച്ചില്ല. ഇവരൊന്നും ചോദിക്കാതെ യേശുവിനെ കാണണമെന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ വന്നപ്പോ യേശു അഡ്വാൻസ് അങ്ങോട്ട് സംസാരിക്കുകയാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോ ഇവിടെ യേശു പറയാൻ ആഗ്രഹിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ മരണം അതൊരവസാനമല്ലെന്നും അതിൽ നിന്ന് വീണ്ടും ഒരു ജീവിതം ഉയർന്നു വരുവാനുള്ള പദ്ധതി എൻ്റെ കയ്യിൽ ഉണ്ടെന്നും എന്നിവരെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷെ ഇവരൊന്നും യേശുവിനോട് ചോദിച്ചില്ല. ഇവർക്ക് വേറൊരു ക്ലാരിഫിക്കേഷനും വേണ്ടി വന്നില്ല. കാരണം അവരുടെ മുൻപിൽ ഒരു സംഭവമുണ്ട്. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായി തീർന്ന ലാസർ ആ മരണത്തെയും പാതാളത്തെയും ജയിച്ചു പുറത്തു വന്നത് കണ്ടതുകൊണ്ട് യേശു പറഞ്ഞ ഈ വാക്കുകളുടെ അർത്ഥത്തിന് പിന്നെ വേറൊരു വിശദീകരണം വേണ്ട. ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർത്താവ് മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ളവനാ. അവൻ ജയാളിയാണ്. അവൻ പാതാളത്തെയും മരണത്തെയും ജയിച്ചവനാണ്. അവൻ അത് ജയിക്കുന്നതിന് മുമ്പേ മനുഷ്യന് അങ്ങനെ ഒരു ജയം കൊടുക്കാൻ കഴിയുമെന്ന് അവൻ വെളിപ്പെടുത്തി തന്നതുകൊണ്ട് അകത്തൊരുപാട് ചോദ്യങ്ങളും ചോദ്യചിഹ്നങ്ങളുമായി ആശങ്കകളുമായി ഒരുപക്ഷെ മനുഷ്യനെ കുടുക്കുന്ന ചോദ്യങ്ങളുമായി വരുന്ന ആളുകളുടെ മുമ്പിൽ പോലും നിത്യജീവനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം, അത് നമുക്ക് തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ രക്ഷകൻ എന്നത് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. അപ്പോ ഇവരോട് ഇങ്ങനെയൊക്കെ പറയുവാനുള്ള കാരണം എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2-3 ചിന്തകളാണ് എന്റെ മുൻപിലുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ യവനായ ചിന്തകന്മാരോട് പറയുന്നത്, അവിടെ ഗോതമ്പ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ധാന്യമാണ്. ഈ ധാന്യം വിത്തായിരുന്നാൽ, കേവലം വിത്തായിരുന്നാൽ അതിനകത്തും നമുക്ക് പുതിയൊരു ചെടിയെ മുളപ്പിക്കാം. പക്ഷെ ഇത് നമ്മൾ ഭക്ഷണമായി കഴിച്ചാൽ അതുകൊണ്ട് നമുക്ക് ശരീരത്തിന് പുഷ്ടിയൊക്കെ വരുമെങ്കിലും ദൈവം ഇതിനകത്ത് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു ജീവനുണ്ട്. ഈ ജീവൻ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ ഈ ഗോതമ്പ് മണി അനുകൂലമായ നിലത്ത് വീഴട്ടെ, അതിന് വെള്ളം കിട്ടട്ടെ, ഓക്സിജൻ കിട്ടട്ടെ, അതിന് ചൂട് കിട്ടട്ടെ, അങ്ങനെയുള്ള സാഹചര്യം കിട്ടുമ്പോൾ ഇതിന് കിട്ടുന്ന വെള്ളമെല്ലാം അത് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും. അതങ്ങനെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുമ്പോൾ അതങ്ങനെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അതിന്റെ പുറംകവർ വീർത്ത് അതിന്റെ പുറംകവർ പൊട്ടി അതിനകത്തെ ജീവൻ വെളിയിലേക്ക് റൂട്ടായിട്ടൊരു
വേരായിട്ട് വരും. എന്നാൽ ഒരു യാഥാർത്ഥ്യം നോക്കിക്കേ, ഈ ഗോതമ്പ് മണിക്കകത്തൊരു ജീവൻ ഇരിപ്പുണ്ട്. ഒരു മുട്ടുസൂചിയുടെ മനയുടെ വലിപ്പമൊക്കെ ഉള്ളൂ അതിന്. പക്ഷേ അതിന് വളരാൻ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അതിന്റെ ചുറ്റുപാടുകളിൽ ഇരിപ്പുണ്ട്. എന്നാൽ അതിന് വെള്ളം കിട്ടാതെ, അതിന് ചൂട് കിട്ടാതെ, ഇതിനകത്തുള്ള ഒരു ഇൻഗ്രീഡിയൻസും അതിനെടുക്കാൻ പറ്റത്തില്ല, അതിന് വളരാൻ പറ്റത്തില്ല. ഇന്ന് പകൽ നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ അകത്ത് ഒരു മനുഷ്യനുണ്ട്, നമ്മുടെ അകത്തെ മനുഷ്യൻ. ഈ അകത്തെ മനുഷ്യന് വളരാൻ വേണ്ടതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ചൂടും അതേ ദൈവവചനമാകുന്ന വെള്ളവും നിന്റെ അകത്തേക്ക് ആഗിരണം ചെയ്യാതെ, അത് അകത്തേക്ക് വേണ്ടും പോലെ പിന്നെയും നീ വലിച്ചെടുക്കാതെ, നിന്നെ പൊതിഞ്ഞു മൂടിയിരിക്കുന്ന ഒരുപക്ഷെ ഒരു സമയത്ത് സംരക്ഷണമെന്ന് കരുതുന്ന ഈ പുറം കവർ പൊളിഞ്ഞെങ്കിലേ നീ പുറത്തേക്ക് വരുള്ളൂ, നിന്റെ വളർച്ച നടക്കത്തുള്ളൂ, നിനക്ക് ആദ്യമായി ഒന്ന് കാലൂന്നാൻ കഴിയത്തുള്ളൂ. ഈ ധാന്യം അതിന്റെ വേര് നിലത്തൂന്നി ഉയർന്നതിന്റെ ഇലകളായി, പൂവായി, കായായി, ഫലമായി ഗോതമ്പ് മണി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മാത്രമാണ് അതിനകത്ത് നിർമ്മിച്ചിരിക്കുന്ന ജീവൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ അകത്ത് ദൈവം ഒരു ജീവൻ തന്നിട്ടുണ്ട്. ഈ ജീവൻ അത് നാം ജനിച്ച നാൾ മുതൽ ഒരുപക്ഷെ നമ്മൾ മരിക്കുന്നത് വരെ അത് അങ്ങനെ തന്നെ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ നമുക്കും പ്രയോജനമില്ല, ദൈവത്തിനും പ്രയോജനമില്ല. എന്നാൽ ഈ അകത്തെ മനുഷ്യൻ ദൈവവചനത്താൽ, പരിശുദ്ധാത്മാവിന്റെ ചൂടുകൊണ്ട് കോഴിയുടെ കീഴിൽ മുട്ടയിരുന്ന് അടവയ്ക്കുമ്പോൾ ചൂട് പ്രാപിച്ച് അതിനകത്തുനിന്ന് ജീവൻ പുറത്തേക്ക് വരുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ചിറകിന്റെ നിഴലിൽ നീ ഇരിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു പുതിയ ചിറകം, പുതിയ അനുഭവം പ്രാപിച്ച് ഈ കോവിഡ് കാലത്ത് നിനക്ക് പുറത്തു വരുവാനായി കഴിയും എന്നുള്ള സത്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ സാഹചര്യങ്ങളിൽ വെറുതെ തിന്നും സമയം കളഞ്ഞും മൊബൈലിൽ നോക്കിയും ജീവിതത്തിന്റെ സമയം വെറുതെ കളയാതെ ഇന്ന് പകൽക്കാലം നമ്മെ വിരിച്ചു പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ചൂടിന്റെ കീഴിൽ, ചിറകിന്റെ നിഴലിൽ ഇരിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവവൈതലേ, ഓരോ വ്യക്തിയും ഓരോ ബോംബ് പോലെ പുറത്തേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീരും. അവരിലൂടെ പുറത്തു വരുന്ന ഫലങ്ങളൊക്കെ അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ശക്തമായ അനുഭവങ്ങളായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തവന് ദൈവകൃപ പ്രാപിക്കാൻ കഴിയില്ല. അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തവന് പിശാചിനെ ജയിക്കാൻ കഴിയില്ല. അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തവന് വചനം മനസ്സിലാകത്തില്ല. അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തവന് അതേ വചനത്തിന്റെ അതേ ആഴങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല. അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തവന് രോഗത്തെ ജയിക്കാൻ കഴിയില്ല. അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തവന് ലോകത്തെ ജയിക്കാൻ കഴിയില്ല. അകത്തെ മനുഷ്യൻ ബലപ്പെടാത്തവന് പരിശുദ്ധാത്മാവിന്റെ ആലോചന ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഈ ഒരു പ്രസ്താവന നടത്തുമ്പോൾ എൻ്റെ പിന്നിൽ ഒത്തിരി ചിന്തകളുണ്ട്. സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, എന്തുകൊണ്ടാണ് ലാസറിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്? സർവവും അറിയുന്ന സർവശക്തനായ ദൈവത്തിന് അറിയാം ഇതുപോലെ നിത്യജീവനെ കുറിച്ചും അനന്തരഭാവിയെ കുറിച്ചും ആശങ്കകളുള്ള ചിലരൊക്കെ നാളെ എൻ്റെ അടുക്കൽ വരും. അവർക്ക് മറുപടി കൊടുക്കാൻ, അവർ ചോദിക്കുന്നതിന് മുമ്പേ ഇവിടുത്തെ സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും വിടുതലുകളെയും അങ്ങോട്ട് എടുത്തു കാട്ടി ഒരു മറുപടി പറയാൻ എനിക്ക് വേണം. അതുകൊണ്ടാ 4 ദിവസം യേശു തങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, നമുക്കറിയാം. സ്തോത്രം. ലാസറിന്റെ കുടുംബത്തിലേക്ക് യേശു വരുന്നു. യേശു വരുമ്പോൾ അവിടെ അനുഗ്രഹീതമായ അനുഭവങ്ങൾ, ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ അവരുടെ വേണ്ടപ്പെട്ടവരോ പ്രിയപ്പെട്ടവരോ എന്തൊക്കെ വെല്ലുവിളികൾ ഒരുക്കിയാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവര് അതേ സ്തോത്രം യേശുവിന്റെ കാൽക്കലിടുന്ന ദൈവവചനം പ്രാപിക്കാനിടയായി. യേശുവിനെ വീട്ടിൽ വരുന്ന ഒത്തിരി സന്തോഷമാ, വീട്ടുകാർക്ക് സന്തോഷമാ. അപ്പൊ യേശുവിന്റെ കൂടെ നിന്ന പ്രശ്നമുണ്ടോ? അവർക്ക് ആ പ്രശ്നം ഏറ്റവും കൂടുതല്. അപ്പോ അവരുടെ വീട്ടിലേതാ മരണകരമായ ഒരു വെല്ലുവിളി വരികയാണ്. ആ വീടിന്റെ നെടുന്തൂണായ ലാസർ, ആ വീടിന്റെ അത്താണിയായ ലാസർ, അവൻ മരണകരമായ ഒരാപത്തിലേക്ക് വന്നിരിക്കുന്നു. അവന്റെ പ്രാണൻ നഷ്ടപ്പെടുന്ന നിലയില് ഒരു രോഗം അവനെ കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? വൈദ്യന്മാരെ അല്ല അന്വേഷിച്ചത്. അവർക്കറിയാം മറുപടി തരാൻ കഴിയുന്ന ഒരുവനുണ്ട്. പക്ഷേ ഒരു ദിവസത്തെ വഴി
ദൂരെയാണ് അത് യേശു ആയിരിക്കുന്നത്. അവിടേക്ക് യേശുവിന്റെ അടുക്കലേക്ക് ഇവരൊരു ആളിനെ അയക്കുന്നുണ്ട്. ഏകദേശം നമുക്കറിയാം, യോഹന്നാൻ സ്നാനം നടത്തിയ ആ യോർദാന്റെ കരയിലുള്ള സ്ഥലത്താണ് യേശു ആയിരിക്കുന്നത്. 90-95 കിലോമീറ്റർ ദൂരമുണ്ട് ഈ മാർത്തയുടെ ബെഥാന്യ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ആ സ്ഥലത്തേക്ക്. സ്തോത്രം. അപ്പൊ ഒരാൾ ഇവിടുന്ന് അവിടെ ചെല്ലണമെങ്കിൽ ഒരു ദിവസം അത് എടുക്കും. അപ്പൊ ഈ വാർത്ത അവിടെ എത്തുമ്പോൾ ഒരു ദിവസമായി. യേശു വീണ്ടും 2 ദിവസം കൂടി അവിടെ പാർത്തുന്നുണ്ട്. അതേ അടുത്ത 3-ാം ദിവസം അവിടെ നിന്ന് യാത്ര ചെയ്ത് 4-ാം ദിവസം യേശു ബെഥാന്യയിൽ വരുന്നു. സ്തോത്രം. അപ്പൊ ഈ വീട്ടിലെ സ്ഥിതി ആലോചിച്ച് നോക്കിയേ. ഈ സഹോദരിമാരുടെ അവസ്ഥ, ലാസർ മരിച്ചുപോയി. അപ്പൊ ഓരോ മണിക്കൂറും ഇവനിങ്ങനെ മരണത്തോടടുക്കുമ്പോ ഈ സഹോദരിമാരുടെ മനസ്സിൽ വേവലാതിയാണ്, വെപ്രാളമാണ്. ആരെങ്കിലും റബിമാർ അതുവഴി പോയിട്ടുണ്ടെങ്കിൽ അവർ എത്തി നോക്കൂ, ഇത് യേശുവാണോ ആകാംക്ഷ അവരെ ഭരിക്കുകയാണ്. അവരുടെ മനസ്സിൽ ചില ചിന്തകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ നമ്മുടെ ചില ഭാവനകൾക്കും നമ്മുടെ ചില വിശ്വാസങ്ങൾക്കും നമ്മുടെ ചില കണക്കുകൂട്ടലുകൾക്കും ചില പരിമിതികളുണ്ട്. എന്നാൽ ഇവര് ചിന്തിച്ച ചിന്ത ഞാൻ ചിന്തിക്കുന്ന ഇപ്പോൾ പറയാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഇവൻ മരണക്കിടക്കയിൽ കിടക്കുന്നു, മരണത്തോട് അവൻ മല്ലടിക്കുന്നു. ആ സമയത്ത് ഇവർ പ്രതീക്ഷിക്കുന്നത്, ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർ വിശ്വാസത്തിൽ വന്നപ്പോൾ അവരെ ഒറ്റപ്പെടുത്തിയ ആളുകളുണ്ട്, പള്ളി ഭ്രഷ്ടരാക്കിയ ആളുകളുണ്ട്. ഇതെന്തായി തീരും, എന്താകും നിന്റെ ഭാവി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവൻ ഇനി രക്ഷപ്പെടുമോ ഇല്ലയോ ഇതൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് ഒരുപക്ഷെ ഇവന്റെ മരണത്തെക്കാൾ ഉപരി സമൂഹത്തിൽ നിന്ന് അവർക്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാ. അവര് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: യേശു വന്ന് ഇവനെ കണ്ട് ഇവന്റെ കൈക്ക് പിടിച്ച് ലാസറേ നീ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കി നിർത്തുമ്പോ ആ ചുറ്റുപാടുകൾ അവരെ നോക്കി കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയ ആളുകളുടെ നടുവിൽ ഞങ്ങൾക്കൊരു വലിയ സാക്ഷ്യം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ചിന്തയാണ് ഒരുപക്ഷെ ഇവരുടെ അകത്തുള്ളത്. അതിനപ്പുറത്ത് ഒരു ചിന്ത ഇവർക്ക് വെക്കുവാൻ കഴിയില്ല. എന്നാൽ എൻ്റെ ദൈവം ചിന്തിച്ചത് എന്തെന്നറിയാമോ? നീ ചിന്തിക്കുന്നത് പോലെയല്ല, നീ കണക്ക് കൂട്ടുന്നത് പോലെയല്ല, നീ മനസ്സിൽ ഭാവന ചെയ്യുന്നത് പോലെയല്ല. അതിനപ്പുറത്ത് ചില വിടുതലുകൾ തരുവാൻ കഴിയുന്നവനാ ഞാനെന്ന് നിന്നെ പഠിപ്പിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു എന്താ ചിന്തിച്ചത്? മരിച്ച് അടക്കപ്പെട്ട് പഴുത്ത അഴുകി ഒഴുകി കൃമികളും മറ്റും തിന്നു തീർത്തിനും കേവലം അത് അസ്ഥികഷണമായി മാത്രം മാറിപ്പോയ പഴുത്തഴുകിപ്പോയ അതിൽ നിന്ന് വീണ്ടും ജീവൻ തിരികെ കൊടുത്ത് പുറത്തു കൊണ്ടുവന്ന ഫീസ്റ്റിംഗിൽ ഇരുത്തുന്ന ഒരു ദൈവമാണ് ഞാനെന്ന് അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ. അതുകൊണ്ടാണ് യേശു 2 ദിവസം കൂടെ അവിടെ തങ്ങിയത്. അതുകൊണ്ട് നിന്റെ ചില വിടുതലുകൾ ചില ദിവസങ്ങൾ താമസിച്ചു എന്ന് കരുതി നീ ആശങ്കപ്പെടുകയല്ല വേണ്ടത്. മരണത്തിന്റെ കരാളഹസ്തത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാ എന്റെ രക്ഷകൻ എന്ന ബോധ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. അവൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. അപ്പൊ നോക്കിയേ, മറ്റൊന്ന് സ്തോത്രം. അതായത് ഈ യവനന്മാരുടെ ചിന്ത, ഇവർക്ക് മരണത്തിനപ്പുറത്ത് എന്താണ് ഭാവി എന്ന് വ്യക്തമായ ധാരണയില്ല. എന്നാൽ യേശു കർത്താവ് അവരെ പഠിപ്പിക്കുകയാ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ അതിനകത്തുനിന്ന് മറ്റൊരു ഗോതമ്പ് മണിക്ക് ജന്മം കൊടുക്കാൻ കഴിയുന്ന ഒരു പുതിയ ജീവിതം കൊണ്ടുവരാൻ എനിക്ക് കഴിയും എന്ന വ്യക്തമായ ബോധ്യം ഈ ലോകത്തിലെ ഒരു സാധാരണ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ട് യേശു പറയുമ്പോൾ യവനന്മാർക്ക് അപ്പുറത്ത് വേറൊന്നും ചോദിക്കാനില്ല. കാരണം പഴുത്തഴുകിയതിൽ നിന്ന് ഒന്നിനെ പുറത്തു കൊണ്ടുവന്നിട്ടാ ഇത് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ലോകത്തിന്റെ മുമ്പിലാകട്ടെ, ജനത്തിന് മുമ്പിലാകട്ടെ, ചോദ്യം ചെയ്യുന്നവരുടെ മുമ്പിലാകട്ടെ, നമ്മെ പുറത്തു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട് എന്ന വ്യക്തമായ ബോധ്യമുള്ളവർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്ക്, ഇവിടെ യേശു കർത്താവ് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ മരിച്ചുപോയ ലാസറിന്റെ വീടിന്റെ സ്ഥിതി എന്താ? സ്തോത്രം. ഇവനെ കൊണ്ടുവന്ന് കല്ലറയിൽ വെച്ചു. കല്ലറയിൽ വെക്കുമ്പോഴും ആ കല്ല് പിടിച്ച് അടയ്ക്കുന്നതിന് മുമ്പും ഒരുപക്ഷെ ഈ സഹോദരിമാർ പ്രതീക്ഷിച്ചു കാണും, യേശു ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും വന്നിരുന്നെങ്കിൽ. യേശു വന്നില്ല. എന്നാൽ ഇവർ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇവരുടെ സ്ഥിതി എന്താ? കരയാൻ ഇനിയും കണ്ണുനീരില്ല. സ്തോത്രം.
ആരെ ആശ്വസിപ്പിക്കാൻ? അവരെ ആശ്വസിപ്പിക്കാൻ പലരും വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ആരുടെയും വാക്കുകൾക്ക് ഇവരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. വീടിൻ്റെ നെടുന്തൂണായ സഹോദരൻ, അവരേറ്റവും സ്നേഹിച്ച സഹോദരൻ, യേശു ഏറ്റവും സ്നേഹിച്ച സഹോദരൻ, അവൻ ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയി. ദിവസങ്ങൾ 1, 2, 3, 4 എന്ന് എണ്ണുമ്പോൾ ഓരോ ദിവസവും ഇവർ തണുത്തുകൊണ്ടിരിക്കുക, ഇവർ തകർന്നുകൊണ്ടിരിക്കുക, അവരുടെ പ്രജ്ഞ അറ്റുകൊണ്ടിരിക്കുക. ആർക്കും ആരെയും ബലപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ നിസ്സംഗരായി, നിസ്സഹായരായി, അതേ വേദനയോടെ, നിരാശയുടെ അടിത്തട്ടിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് അവർ അന്യോന്യം സങ്കടപ്പെട്ടൊന്ന് വിതുമ്പാനല്ലാതെ, ഉള്ളു നുറുങ്ങി കരയാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്തവരായി, ഒന്ന് ചലിക്കാൻ കഴിയാത്തവരായി അവിടെ ഇരിക്കുമ്പോൾ 4-ാം ദിവസം അവരൊരു വാർത്ത കേൾക്കുന്നു, ഗുരു വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ വാർത്ത കേട്ടപ്പോൾ അന്യോന്യം ബലപ്പെടാൻ കഴിയാതിരുന്നവർ, ബലപ്പെടുത്താൻ കഴിയാതിരുന്നവർ, എഴുന്നേൽക്കാൻ കഴിയാതിരുന്നവർ, തകർന്നടിഞ്ഞിരുന്നവർ ഈ ഒരൊറ്റ വാക്ക് കേട്ടപ്പോൾ ചാടി എഴുന്നേൽക്കുക. ഈ ബലം എവിടുന്ന് വന്നു? അവിടെ നാഡീനരമ്പുകൾ എങ്ങനെ ചലിച്ചു? അതെ, ഗുരു വന്നിട്ടുണ്ട് എന്നൊരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ആ നാഡീനരമ്പുകളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാ. ഇന്ന് പകൽക്കാലം ദൈവ വൈതലേ, നീ ഏത് പരിതസ്ഥിതിയിൽ എത്രമാത്രം വലിയ ഡയലമായി തകർന്നടിഞ്ഞിരുന്നാലും, അതിന്റെ അടിത്തട്ടിൽ കിടന്നാലും ഈ ഗുരുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന ഒരു ചിന്ത നിന്നെ ഭരിക്കുമ്പോ, എവിടെ തളർന്നു പോയോ, എവിടെ ക്ഷീണിച്ചു പോയോ, എവിടെ ഒതുങ്ങിപ്പോയോ, എവിടെ അസ്തമിച്ചു പോയോ, അതെല്ലാം ബലപ്പെട്ട് തിരികെ വരിക. നാഡീ നരമ്പുകൾ ചലിക്കാൻ തുടങ്ങി. അവരുടെ ശരീരത്തിലേക്ക് വിശ്വാസം ഒരാവേഗം പകരാനിടയായി. ആ ആവേഗം അവരെ ചാടി എഴുന്നേൽപ്പിക്കാൻ തയ്യാറാക്കി, അവരെ പ്രാപ്തമാക്കി. അതേ ധാന്യയുടെ അതിരിങ്കിൽ നിൽക്കുന്ന യേശുവിന്റെ അടുക്കലേക്ക് മാർത്ത ഓടിച്ചെല്ലുകയാ. ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. സ്തോത്രം. നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം, എന്താ ഇവർ, എങ്ങനെയാ ഇവർക്ക് ഈ ശക്തി കിട്ടിയത്? അപ്പോൾ ഇത്രയും തകർന്നിരുന്ന ഈ സഹോദരിമാർ എങ്ങനെയാണ് ഓടി അവിടെ യേശുവിന്റെ അടുക്ക ചെല്ലുന്നത്? എവിടുന്ന ഇവർക്ക് ഈ ബലം കിട്ടിയത്? യേശു വന്നിട്ടുണ്ടെന്നുള്ള ശബ്ദം മാത്രം കേട്ടാൽ നിന്റെ തകർച്ചയിൽ നിന്ന് നീ എഴുന്നേൽക്കും. അപ്പൊ യേശു അടുത്ത് വന്നാലോ? ഇന്ന് പകൽക്കാലം ചിന്തിക്ക്. അവൻ ജീവൻ തരുന്നവനാ, അവൻ നിത്യജീവൻ തരുന്നവനാ, അവൻ സമൃദ്ധിയായ ജീവൻ തരുന്നവനാ. നിന്റെ ഏത് തകർച്ചയിൽ നിന്നും അവൻ നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നവനാ. യേശു ഇവരോട് അധികം കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അവനെ വെച്ചത് എവിടെ? വേറെ കാര്യങ്ങളൊന്നും യേശു ചോദിക്കുന്നില്ല. യേശു ഒരൊറ്റ കാര്യം മാത്രമേ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ട, വിശ്വസിക്കുക, നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസം അത് കേൾവിയാലും ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പൊ വിശ്വാസം അത് ശക്തമാക്കാനായിട്ട് യേശു പറയുന്നു. സ്തോത്രം. നമുക്കിനിയും ആ കല്ലറയ്ക്കകത്തോട് നോക്കാം. കല്ലറയ്ക്കകത്ത് എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. കല്ലറയ്ക്കകത്ത് അത് ലാസറിന്റെ ശരീരം ഓരോ ദിവസം കഴിയുന്തോറും അത് ഫെയ്ഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പഴുത്ത് അഴുകി ഒഴുകി അവന്റെ അസ്ഥി മാത്രം ശേഷിക്കാൻ തുടങ്ങുന്നു. കൃമികളും കീടങ്ങളും തകൃതിയായിട്ട് അത് തിന്നുകൊണ്ടിരിക്കുന്നു. അവൻ കേവലം ഒരു അസ്ഥിക്കൂടമായി മാറുന്നു. കുറെ നാൾ കഴിഞ്ഞാൽ അതും ദ്രവിച്ചില്ലാതെയാകും. അപ്പോ കൃമികളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് തിന്നുകൊണ്ടിരിക്കുമ്പോ യേശു കരയിൽ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് വിളിക്കുക, ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോ ആരൊക്കെ എവിടൊക്കെ തിന്നു തീർത്തോ, എവിടൊക്കെ അഴിഞ്ഞുപോയോ, എവിടൊക്കെ പഴുത്തുപോയോ, എവിടൊക്കെ ഒഴുകിപ്പോയോ, അതെല്ലാം മടങ്ങി വരിക. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നിന്നെ എവിടൊക്കെ ഇല്ലായ്മയാക്കി തകർത്ത് കളഞ്ഞോ, അതിനി ഒരിക്കലും തിരികെ കൂടത്തില്ലെന്ന സാഹചര്യവും സന്ദർഭങ്ങളും വിളിച്ചു പറയുമ്പോഴും ഇന്ന് പകൽക്കാലം നാഥനൊരൊറ്റ വാക്ക് പറഞ്ഞാൽ അതെല്ലാം തിരികെ കൊടുത്തേ മതിയാകൂ, മടങ്ങി വന്നേ മതിയാകൂ. നീ ഏത് രൂപത്തിലായിരുന്നോ ആ രൂപത്തിലേക്ക് അതിനെ തിരികെ കൊടുത്തേ പറ്റുകയുള്ളൂ. കാരണം ആത്മാക്കളുടെ ഉടയവനാണ് ആ വാക്ക് വിളിച്ചത്. ലാസറേ പുറത്തു വാ. ആ വാക്കിനെ ലംഘിക്കാൻ ഇവിടത്തെ അന്ധകാര ശക്തികൾക്ക് കഴിയത്തില്ല, ആഭിചാരകന്മാർക്ക് കഴിയത്തില്ല, ഒരു വെല്ലുവിളികൾക്കും കഴിയത്തില്ല. ജീവൻ കൊടുത്തവൻ
ജീവൻ ഉരുവാക്കിയവനാ വിളിച്ചത്, ലാസറേ നീ പുറത്തു വാ. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നീ ഏത് കെട്ടുപാടുകളിലാ, നീ ഏത് പ്രതിസന്ധിയിലാ, നീ ഏത് തകർച്ചയിലാ, പക്ഷെ അവിടുന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിന്റെ ഒരു വാക്ക് മതി. അവനെ കുറിച്ച് ഒരു ശബ്ദം നീ കേൾക്കുമ്പോൾ നീ ചാടി എഴുന്നേൽക്കുമെങ്കിൽ അവൻ നിന്റെ അടുക്കൽ വന്ന മകനെ മകളെ എന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കാൻ അവനോടൊന്ന് കാതോർത്തിരിക്കണം. ആ ശബ്ദം നീ കേട്ടാൽ പിന്നെ നിന്നെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ ശബ്ദം നീ കേട്ടാൽ പിന്നെ നിന്നെ തടയാൻ ഒരു പിശാചും മുമ്പിൽ നിൽക്കത്തില്ല. ആ ശബ്ദം നീ കേട്ടാൽ പിന്നെ നിന്നെ തകർക്കാൻ ഒരാഭിചാരകനും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുന്ന യേശുവിന്റെ ശബ്ദം നിന്റെ ഹൃദയത്തിൽ മുഴങ്ങുവാൻ ഹൃദയം ഏകാഗ്രമാക്കി ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ലട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ ചിന്തകളൊക്കെയാണ് എന്നെ അതേ ശക്തമായി മുന്നോട്ട് നയിച്ചത് ഈ ഒരു വാക്കിന്റെ മുമ്പിൽ. അതായത് സ്തോത്രം, മറ്റൊരു ചിന്ത കൂടിയുണ്ട് യേശു കർത്താവ് ഈ കാര്യം പറയുന്നതിന്. അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗോതമ്പ് മണി ഒരു ഭക്ഷണമാണ്, നിലത്ത് വീണ് അത് വെള്ളവും അതിന് ഓക്സിജനും ചൂടും ഒക്കെ കിട്ടി അതിങ്ങനെ പുറത്ത് വളർന്നു വന്ന് അത് ഗോതമ്പ് ചെടിയായി അത് ഇലയും കായും ഒക്കെ ആയി ഇങ്ങനെ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവം. ഇത് യേശുവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇതിന് ചില ചിന്തകളുണ്ട്. സ്തോത്രം. അതായത് യേശു കർത്താവ് നമുക്ക് ജീവൻ തരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഒരു ഗോതമ്പ് മണിയാണ്. യേശു കർത്താവ് പറയുക, എൻ്റെ അകത്ത് നിത്യജീവന്റെ ഉറവയുണ്ട്. സ്തോത്രം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുക്കാനാ ഞാൻ വന്നത്. പക്ഷേ ഈ പുറങ്കവറൊന്ന് പൊളിയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കത് നിന്ദയ്ക്കും ചാട്ടവാറിനും തുപ്പലിനും അടിക്കും വിട്ടുകൊടുത്ത് ഈ പുറങ്കവറൊന്ന് പൊളിക്കാമെങ്കിൽ ഈ ജീവൻ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് ശമരിയക്കാരോട് പറഞ്ഞു, നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന ഉറവയായി അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഈ പുറങ്കവർ പൊളിയണം. അത് യേശു കർത്താവിന്റെ കാൽവരി മരണത്തിലൂടെ ഈ പുറങ്കവർ പൊളിഞ്ഞ അവസാനം അവന്റെ ഹൃദയം കുത്തി തുറന്ന അവസാനത്തുള്ളി ചോരയും വീഴ്ത്തി കഴിഞ്ഞപ്പോ, ഹല്ലേലൂയ, മൂന്നാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, യേശു കർത്താവ് ഈ പുറങ്കവർ പൊളിച്ച് അകത്തെ ജീവൻ നമുക്ക് ഒഴുക്കി തന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്കും ചില ബാധ്യതകളുണ്ട്. നമ്മളെ പൊതിഞ്ഞിരിക്കുന്ന ചില പുറങ്കവറുകളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ, പാരമ്പര്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, നമ്മുടെ സ്വയത്തിന്റെ, നമ്മുടേതായ ചില പുറങ്കവറുകൾ പൊതിഞ്ഞ് നമ്മെ ഒതുക്കി വെച്ചിരിക്കുക. അകത്തെ ജീവൻ പുറത്ത് വരാതെ വണ്ണം വളരാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അകത്തുണ്ടെങ്കിലും ഈ അതേ പുറങ്കവർ നിങ്ങളെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് അത് പ്രാപിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ വളരാൻ കഴിയാതെ കെട്ടപ്പെട്ട് കിടക്കുകയാ. ഇന്ന് പകൽക്കാലം ഈ പുറങ്കവർ പൊളിയുമെങ്കിൽ ദൈവവൈതലേ, ഹല്ലേലൂയ, പാരമ്പര്യത്തിന്റെ, അഹങ്കാരത്തിന്റെയും സകല അതേ സ്വയത്തിന്റെയും പുറങ്കവറുകൾ പൊളിഞ്ഞിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ ബലപ്പെടാൻ തയ്യാറാകുമെങ്കിൽ പുതിയൊരു ജീവന്റെ അതേ അനുഭവം വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വേറെ ചില ചിന്തകൾ കൂടി ഞാൻ അതേ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു മരണത്തെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ മരണം എന്ന ആ ചിന്ത, സ്തോത്രം, വേറെ ചില പ്രത്യേക നിലയിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 8:32 ഗദരദേശത്ത് യേശു നിൽക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ നടക്കും. നമുക്കറിയാം, അവിടെ ഒരു ഭൂതഗ്രസ്തൻ കല്ലറകളിലും മറ്റും നടന്നത്, അതേ അവന്റെ വിലങ്ങുകളൊക്കെ ഉരുമി ഓടിച്ച് രാത്രിയിൽ അലറിക്കൊണ്ട് നടക്കുന്ന ആർക്കും അതുവഴി നടന്നുകൂടാഞ്ഞു. അങ്ങനെയുള്ള ഒരുവനെ വിടിവിക്കാനായിട്ടാണ് യേശു കർത്താവ് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ ഇവരങ്ങോട്ട് പോകുമ്പോൾ തന്നെ യേശു കപ്പലിൽ കിടന്ന് അല്ലെങ്കിൽ പടകിൽ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. തിരമാലകൾ പടകിനെ മുക്കാൻ വന്നു. കാരണം ഒരുവന്റെ കെട്ടഴിക്കാൻ പോവുക. അവിടേക്ക് ചെന്നാൽ അതേ സ്തോത്രം, അവനൊരു വിടുതൽ കിട്ടുമെന്ന് ഉറപ്പാ. എന്നാൽ യേശുവിനെ അവിടെ എത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കൂടാതെ ഈ ശിഷ്യന്മാരെ വിശ്വാസം പഠിപ്പിക്കാനും കർത്താവ് കാറ്റിനെയും കടലിനെയൊക്കെ ശാന്തമാക്കി അവർ ഗദരദേശത്ത് ചെന്നു. ഈ ഭൂതഗ്രസ്തൻ അതേ വിടുതൽ പ്രാപിക്കുക. നമുക്ക് അതേ ആശ്ചര്യകരമായി തോന്നുന്ന ഒരു കാര്യം, ഈ ഭൂതങ്ങൾ
ഭൂതങ്ങള് യേശുവിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. യേശുവേ, ഞങ്ങളെ പാതാളത്തിലോട്ട് അയക്കരുത്, ഞങ്ങളെ മറ്റൊന്നും ചെയ്യരുത്, ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കരുത്. ഇതൊക്കെ ചെയ്യാൻ എൻ്റെ യേശുവിന് കഴിയുമെന്നതിൻ്റെ അർത്ഥം. അപ്പൊ ഇതൊന്നും ചെയ്യരുത്, ഞങ്ങളെ ഒരു കാര്യം ചെയ്യ്, ഈ പന്നിയിലോട്ട് കടക്കാനായിട്ട് ഒന്ന് അനുവദിക്കണം. അപ്പോ യേശു കർത്താവ് അനുവദിച്ചു പന്നിയിലോട്ട്. എന്തുകൊണ്ടാ യേശു അത് അനുവദിച്ചത്? കാരണം അതായത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് കടന്നു വരുന്ന സമയത്ത്, സ്തോത്രം, ദൈവജനം അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ഗോത്രങ്ങളിൽ രൂബേനും മനശ്ശെയുടെ വാദിഗോത്രവും ഗാദ്യരും പറഞ്ഞു, ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ല. അക്കരയ്ക്ക് എന്താ വരാത്തെ? അവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ അനുഗ്രഹത്തിന്റെ ആദ്യത്തെ ഭാഗം മരുഭൂമിയാ, പിന്നെ വലിയ മലയും പർവ്വതമൊക്കെയാ. ഞങ്ങളെ കൊണ്ട് വയ്യ, ഏതാണ്ട് ഇവിടെ നല്ല ഒന്നാന്തര സ്ഥലമുണ്ട്, പിള്ളേരെ വളർത്താൻ കൊള്ളാം, കന്നാലിയെ വളർത്താൻ കൊള്ളാം, എല്ലാം കൊണ്ട് സൗകര്യ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം മോശെ, ഞങ്ങൾ ഇവിടെ അങ്ങ് താമസിച്ചോട്ടെ. പക്ഷെ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം വേറെയാ, ദൈവം വേലി കെട്ടി തിരിച്ചത് വേറെയാ, അവിടെ പാർക്കാൻ താല്പര്യമില്ല. ദൈവം പറഞ്ഞെടുത്ത് വേണം നീ പാർക്കാൻ, ദൈവം പറഞ്ഞെടുത്ത് വേണം വസിക്കാൻ, ദൈവം പറഞ്ഞെടുത്ത് വേണം ആരാധിക്കാൻ. നിനക്ക് തോന്നുന്ന കണ്ണിന് ഇമ്പകരമായി തോന്നുന്നിടത്തെല്ലാം കാര്യങ്ങൾ നടത്താൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ അവർക്ക് സംഭവിച്ചത്? അങ്ങനെ ഗാദ്യര് പാർത്ത ദേശം, ആ ഗന്ധരദേശം ഇപ്പൊ ഭൂതഗ്രസ്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കൂടാതെ പഴയ ആട്ടുകൃഷി മാട്ടുകൃഷിയൊക്കെ അങ്ങ് മാറി. ഇപ്പൊ എന്നാ പ്രമാണമില്ലാത്ത പന്നി കൃഷിയാ. തമ്പുരാൻ കരുതി ഇവന്റെ പന്നിയല്ല ഇതോടെ പോട്ടെ, ഇവന്റെ പന്നിയല്ല ഇതോടെ തകരട്ടെ. ഭൂതങ്ങളെ അങ്ങോട്ടങ്ങ് അനുവദിച്ചു പോകാനായിട്ട്. വിത്തിൻ സെക്കൻഡ്, പ്രൈസ് ദി ലോർഡ്, ഈ സകല പന്നിയും കൂടെ എടുത്ത് ഒറ്റ ചാട്ടം കടലിലോട്ട് മൊത്തം വീർപ്പ് മുട്ടി ചത്തു. സ്വതന്ത്രം. ഇതൊരു പെടുമരണമാണ്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. ഇവൻ ഭൂതമായിരിക്കുന്ന ഇവനെ വ്യാപരിച്ച ഭൂതത്തോടെ യേശു ചോദിച്ചു, നീ ആരാ? ഞാൻ ലഗ്യോൻ എന്ന് പറഞ്ഞെന്താ? 6000 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാ. ഒന്നോ രണ്ടോ ആണോ? 6000 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാ. നിങ്ങൾ അതിന്റെ രസം കേട്ടോണം. ഈ 6000 ഭൂതങ്ങൾ ഈ ഒരൊറ്റ മനുഷ്യന്റെ മേൽ ഇരുന്നിട്ട് അവനെ ഭ്രാന്തനാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാനല്ലാതെ അവന്റെ പ്രാണനെ തൊടാൻ സാധിച്ചില്ല. എന്താ കാര്യം? സ്വത്രം. ഇവൻ നിയോഗിക്കപ്പെട്ടവനാണ്. ആ ദേശം സുവിശേഷീകരിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാ. ആ നിയോഗം അവന്റെ മേൽ കിടക്കുമ്പോ 6000 അല്ല 60,000 കേറി വന്നാലും അവന്റെ പ്രാണനെ തൊടാൻ കഴിയില്ല. എന്നാൽ പന്നികളെ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്ന് ഈ പിശാചുക്കൾ വെളുക്കോളം വയ്യോളം ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലറക്കത്തിട്ട് ഓടിച്ചിട്ടും അവന്റെ പ്രാണനെ തൊടാൻ പറ്റാഞ്ഞത് അവൻ നിയോഗിക്കപ്പെട്ടവനായതുകൊണ്ടാ. ഇന്ന് പകൽക്കാലം ദൈവവൈദ്യരെ, നീ ദൈവ നിയോഗമുള്ളൊരു പൈതലാണെങ്കിൽ, ദൈവത്താൽ വേർതിരിപ്പിക്കപ്പെട്ട ഒരു ദൈവവൈദ്യരെങ്കിൽ, നിന്നോട് വെല്ലുവിളിക്കുന്ന ആയിരക്കണക്കിന് അന്ധകാര ശക്തികൾ അവർ കൂട്ടമായി നിന്ന് വെല്ലുവിളിച്ച് ഒരുപക്ഷെ നിനക്ക് ചില കേടോ പാടോ വെല്ലുവിളികളോ ഒക്കെ വരുത്തിയാലും നിന്റെ പ്രാണന്റെ മേൽ തൊടാൻ കഴിയാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവന്റെ നിയോഗമുണ്ട്. ആ നിയോഗത്തെ തകർക്കാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, അതുകൊണ്ട് അത് ചില പെടുമരണങ്ങൾ കാണുമ്പോ നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. നിനക്ക് നിയോഗം തന്ന ഒരുവനുണ്ട്. അവനറിയാതെ ഒരു മുടി പോലും നിലത്തു വീഴില്ല എന്ന ഉറപ്പ് എത്ര പേർക്കുണ്ട്? അവരൊന്ന് സ്തോത്രം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു ചിന്ത മത്തായി 27 സ്തോത്രം 5 വാക്യമാണ്. അതായത് വാക്യം വായിക്കണ്ട, അവിടുത്തെ സംഭവം പറയാം. യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു. അതൊരു പെടുമരണം. എന്താ പെടുമരണം? യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു. അപ്പോ ഈ യൂദ ചത്ത സ്ഥലത്തിന്റെ പേര് രക്തനിലകളാണ്. അതിന് അക്കൽദാമ എന്ന് പേര് പറയും. പക്ഷേ ഈ നിലം ആരുടെ ആയിരുന്നെന്നറിയാമോ? കുശവന്റെ നിലമാണ്. എന്താ കുശവന്റെ നിലത്തിന്റെ പ്രത്യേകത? കുശവന്റെ നിലമെന്ന് പറഞ്ഞാൽ പാത്രമുണ്ടാക്കാൻ ഇതുപോലെ ഉപയുക്തമായ മണ്ണ് വേറെ എങ്ങുമില്ല. അപ്പോ
പാത്രമുണ്ടാക്കാൻ പറ്റിയ അനുഗ്രഹീതമായ മണ്ണുള്ള സ്ഥലമാണ് കുശവന്റെ നിലം. പക്ഷേ ഈ കുശവന്റെ നിലത്തുനിന്ന് പിന്നെ പാത്രം വല്ലതും പുറത്തു വന്നോ? ഇല്ല. ഇന്നും അതൊരു ശവപ്പറമ്പായി, ഇന്നും തകർച്ചയുടെ പ്രതീകമായി അത് കിടക്കുക. കാരണം എന്താ? ഒരുത്തന്റെ തീരുമാനം. അവൻ അരുമനാഥനെ ഒറ്റിക്കൊടുത്ത് പണത്തിന് വേണ്ടി, അവൻ സ്ഥാനത്തിന് വേണ്ടി അരുമനാഥനെ ഒറ്റിക്കൊടുത്ത് കഴിഞ്ഞപ്പോ അവന് മനസ്താപമുണ്ടായി. അവൻ കെട്ടിഞ്ഞാന്ന് ചത്ത ആ സ്ഥലം പിന്നെ ആരും ഉപയോഗിക്കരുത് എന്ന് ദൈവം നേരത്തെ പറഞ്ഞതുകൊണ്ട് അത് അങ്ങനെ കിടക്കുക. നോക്കിക്കേ, ആയിരക്കണക്കിന് പാത്രങ്ങൾ പുറത്തു വരേണ്ട അനുഗ്രഹീതമായ ഒരു മണ്ണ് ഈ ഉലകം അവസാനിക്കുന്നത് വരെയും എന്നേക്കും ശാപഗ്രസ്തമായി അടിപ്പെട്ട് കിടക്കുമ്പോ ഇന്നും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മണ്ണ് ഗുണമുള്ളതോ അല്ലെങ്കിൽ മണ്ണ് ശ്രേഷ്ഠമോ മണ്ണ് അനുഗ്രഹമോ ആയതുകൊണ്ട് കാര്യമില്ല. ചില തീരുമാനങ്ങൾ ആ ഗുണങ്ങളെ മുഴുവൻ എന്നേക്കുമായി ശാപത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടെത്തിക്കുമെന്നുള്ള സത്യം നമ്മൾ അറിയണം. ഇന്ന് പകൽക്കാലം ചിന്തിക്ക്. അരുമനാഥനെ ഹൃദയം കൊണ്ട് തള്ളിക്കളഞ്ഞു പോകുന്നവരൊക്കെ ശപിക്കപ്പെട്ടവരെന്ന് വചനം പഠിപ്പിക്കുമ്പോ അരുമനാഥനെ തള്ളിക്കളഞ്ഞ് യാത്ര ചെയ്യാൻ ജീവിതത്തിൽ ഇടവരരുത്. നീ എത്ര കഴിവുള്ളവനായാലും സർഗചേതനയുള്ളവനായാലും ഏതൊക്കെ കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ളവനാണെന്ന് പറഞ്ഞാലും ദൈവവൈതലേ, അരുമനാഥനെ തള്ളിക്കളഞ്ഞിട്ടൊരു പോക്ക് നീ പോയാൽ ഇന്നും നീ ആ ശവപ്പറമ്പ് പോലെ പ്രയോജനമില്ലാതെ പ്രയോജനശൂന്യമായി പോകും എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊന്ന്, യൂദയുടെ പുസ്തകത്തിലെ 12-ാം വാക്യത്തില് അതൊരു വാക്ക് പറയുന്നുണ്ട്, രണ്ടുരു ചത്തു. ഇവര് ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്. 2 പ്രാവശ്യം ചത്തെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് ചത്തതാ. മാനസാന്തരപ്പെട്ടപ്പോഴേ, രക്ഷിക്കപ്പെട്ടപ്പോഴേ ആദ്യം ഒന്ന് ചത്തു. ആ ചത്തതോടുകൂടി ക്രിസ്തുവിനോട് ചേർന്നു, ജീവന്റെ പുതുക്കത്തിൽ വന്നു. പക്ഷെ രണ്ടാമത് പിന്നെയും ചത്തുപോയി. അതെന്നാ കാര്യം? അവിടെ എഴുതിയിട്ടുണ്ട്, വേരില്ലാതെ പോയി, വേരറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വേരറ്റു പോയാൽ വൃക്ഷം കുറെ കാലം കൂടെ അങ്ങനൊക്കെ നിൽക്കും. സുക്കാവൃക്ഷമായി, ഉണങ്ങിയ വൃക്ഷമായി അങ്ങനെ നിൽക്കും. പക്ഷെ കണ്ടാ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ത് പറ്റി? വേരില്ല. ദൈവവൈതലെ വിശ്വാസത്തിൽ വന്നിട്ട് നിനക്ക് വേര് നഷ്ടപ്പെട്ട്, നിന്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ട്, ക്രിസ്തുവിനുള്ള ബന്ധം നഷ്ടപ്പെട്ട്, എന്നാലും ഇതിനിടയ്ക്കൊക്കെ ഇങ്ങനെ കറങ്ങിയും തിരിഞ്ഞും ഒക്കെ പോകാം. ഒന്നീ ഷാരോൺ അല്ലെങ്കിൽ IPC അല്ലെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡില് അല്ലെങ്കിൽ ചർച്ച ബോർഡിലൊക്കെ കയറി ഇറങ്ങി നടക്കാനുള്ള അവസരം ഉണ്ടാകാം. പക്ഷെ നിനക്ക് വേരില്ലെങ്കിൽ ഒരു ദിവസം നീ പെടുമരണത്തിലേക്ക് പോകും. അതുകൊണ്ട് ദൈവമക്കൾ ബോധപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേണം. അതേ, ഞാൻ വേരുള്ളവനാ. മുന്തിരിവള്ളി കൊമ്പിനോട്, അതേ, മുന്തിരിവള്ളിയിൽ കൊമ്പ് പറ്റി നിൽക്കുന്നത് പോലെ, യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ കൊമ്പ് പറ്റി നിൽക്കുന്നത് പോലെ, പറ്റി നിൽക്കാത്തതൊക്കെ തീയിലിട്ട് ചുട്ടുകളയും. 2 തരത്തിലുള്ള പ്രൂണിംഗ് കൊണ്ട് നമുക്കറിയാം. നീട്ടിച്ചെത്തും, ചേർത്ത് ചെത്തും. നീട്ടിച്ചെത്തിയ പ്രതീക്ഷയുണ്ട്, ചെത്താത്തിടത്തോളം കാലം ഫലമില്ല. എന്നാൽ ചേർത്ത് ചെത്തിയാൽ നിന്റെ കാര്യം പോയി. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ചിന്തിക്ക്, മുന്തിരിവള്ളിയോട് പറ്റി നിൽക്കുന്ന കൊമ്പ്, അതേ, അധികം ഒന്നും ഫലമില്ലെങ്കിലും, അതേ, സ്തോത്രം, വല്ലപ്പോഴുമെങ്കിലും ഒരു ഫലമുണ്ടെങ്കിൽ അത് ഉടയവന് സന്തോഷം. കർത്താവ് പറയുന്ന ഫലത്തിന്റെ കാര്യം എന്താ? താഴേന്ന് മേപ്പോട്ടും കണക്ക് പറയുന്നത്, മേലോട്ടും താഴോട്ടും പറയുന്നുണ്ട്. 100, 60, 30. എന്താ എന്റെ അർത്ഥം? മനസ്സ് വെച്ചാൽ 100% പറ്റും, ഇല്ലേ 60, 30എങ്കിലും. അതിൽ കുറയരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 30എങ്കിലും നീ ഫലം കായ്ക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു ചിന്ത ഈ മരണത്തെ കുറിച്ച് പറയുന്നത്, അതായത് എബ്രായ ലേഖനം 11:37 മുതൽ വായിക്കുമ്പോൾ ചിലര് ബോധപൂർവം മരണത്തെ ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വഴിവിളക്കുകളാകാൻ, അതേ, കൊലോസ്യങ്ങളിൽ മൃഗങ്ങളുടെ അടുക്കലേക്ക് എറിയപ്പെട്ടവര്, നിന്ന് കത്തിയവര്, മൃഗങ്ങൾ കുത്തിക്കീറി വലിച്ചിട്ടവര്, കൊടലുമാല ചവിട്ടിത്തേച്ചത്, ഇവരൊക്കെ ബോധപൂർവം അത് ഏൽപ്പിച്ചു കൊടുത്തതാ. നിങ്ങൾ കുത്തിക്കോ, കൊന്നോ, തകർത്തോ, ഇല്ലാതാക്കിക്കോ, അതൊക്കെ ഈ ജഡത്തെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങൾക്കൊരു ജീവനുണ്ടത് നിത്യജീവനാ. ആത്മാവിന്റെ ജീവൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ജീവന്റെ ഉടയവൻ ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ ജഡത്തെ
ജഡത്തെ തകർക്കുന്ന ഒരുത്തനെയും ഞങ്ങൾക്ക് പേടിക്കണ്ട. ജഡത്തിന്റെ തകർച്ചയല്ല ഞങ്ങളുടെ വിഷയം, ഞങ്ങളുടെ ആത്മാവിന്റെ ഉയർച്ചയാണ് എന്ന് മനസ്സിലാക്കി ബോധപൂർവം ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ പ്രിയപ്പെട്ടവര്, പ്രൈസ് ദി ലോർഡ്, അവരാണ് യഥാർത്ഥ ഭക്തന്മാര്. ഇന്ന് പകൽക്കാലം ചിന്തിക്ക്, പെടുമരണങ്ങളെന്ന് അവരെ കുറിച്ച് ആളുകൾ പറഞ്ഞേക്കാം, പക്ഷെ ഇത് പെടുമരണമല്ല, അവര് ബോധപൂർവം കൊടുത്ത മരണമാ. ഇന്ന് പകൽക്കാലം ഓർക്ക്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് സ്വയം ബോധപൂർവം ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവ പൈതലിന് എത്ര അനുഗ്രഹമാണ്. ഇവിടെ ഈ ഒരു ചിന്തയ്ക്ക് കാരണം നമ്മളാ വായിച്ച കുറിവാക്യത്തിന്റെ 25-ാം വാക്യത്തിൽ കർത്താവദാസൻ എന്ന് വായിക്കുമോ? 25 ഞാൻ വായിക്കാം. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പൊ യേശു ഈ പറഞ്ഞ ആശയത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതാണ്: നിന്റെ ജീവനെ നിത്യജീവനായി സൂക്ഷിക്കണം. ഇവിടുത്തേതിനെ സ്നേഹിച്ചാൽ, ഇവിടെ നിലനിൽക്കാൻ സ്നേഹിച്ചാൽ, ഇവിടെ യേശുവിനെ അത് തള്ളി പറഞ്ഞിട്ട് കുറെ കൂടെ ജീവിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകാതെ എവിടെ വെച്ച് മരിച്ചു വീണാലും അവിടെ വെച്ച് നിത്യജീവനിലേക്ക് നിനക്ക് സന്തോഷത്തോടെ എത്താൻ കഴിയും എന്ന വിശ്വാസത്തോടെ യാത്ര ചെയ്യുന്നൊരു ദൈവ പൈതലാകാനാ ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇനി വേറൊരു ചിന്തയോടെ പറഞ്ഞിട്ട് ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ ഒരു വൃക്ഷമാകട്ടെ, ഒരു ചെടിയാകട്ടെ, അത് വളർന്ന് തല ഉയർത്തി അതങ്ങനെ ഇലകളായി, പൂവായി, കായായി, അങ്ങനെ അതങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ വൃക്ഷത്തിനല്ലെ ചെടിക്ക് ഒരു ഇൻറ്റൻഷൻ, ഒരാഗ്രഹമുണ്ട്. എൻ്റെ ഈ വിത്തുകൾ മുഴുവൻ എന്നെ പോലെയുള്ള വൃക്ഷമാകണം, ചെടിയാകണം. അതാണ് അതിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി അതിനെ ഇങ്ങനെ പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അതിനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയൊക്കെ വളർത്തണം എന്നുള്ള ആഗ്രഹം അതിനുള്ളത്. പക്ഷെ ഇതെല്ലാം എന്ത് ചെയ്യത്തില്ല, ഈ വിത്തെല്ലാം വളരത്തില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ വിത്തെന്ന് പറയുന്നത് ചില ജീവികളുടെയോ മനുഷ്യൻ്റെയൊക്കെ ഫുഡും സ്നാക്സും ഒക്കെയാണ്. അവർക്കത് ആവശ്യമാണ്. പക്ഷേ ഇത് ഫുഡും സ്നാക്സുമായിട്ട് പോകുന്നിടത്തോളം കാലം ഈ വിത്തിനകത്തെ ജീവൻ കൊണ്ടൊരു പ്രയോജനമില്ല. അതെല്ലാം വേറൊരു വഴിക്ക് പോകും. രണ്ടാമത്തെ കാരണം ഹാർഡ് ഗ്രൗണ്ടാണ്. ചില ഗ്രൗണ്ട് ഭയങ്കര ഹാർഡാണ്. ഇവിടെ കിടന്ന് വിത്ത് വാരിയിട്ട, റോഡിൽ കൊണ്ട് വിത്ത് വാരിയിട്ട വല്ല പ്രയോജനമുണ്ടോ? ഇത് വളരത്തില്ല. അപ്പോൾ ഈ വിത്തിനകത്ത് വളരാനുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിലും വളരാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും ഈ വിത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൃക്ഷത്തിന് അത് വളരാനുള്ള ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വീണത് എവിടാ? ഹാർഡ് ഗ്രൗണ്ടില്ല. അതുകൊണ്ട് ഇത് വളരത്തില്ല. മറ്റു ചിലത് ഡ്രൈ ലാൻഡാണ്, ഉണങ്ങിയ സ്ഥലമാണ്. സ്തോത്രം. മണ്ണുണ്ട് പക്ഷെ ഉണങ്ങിയതാ. ഇതിനകത്ത് അങ്ങനെ വിത്ത് വളരത്തില്ല. വിത്ത് കട്ടകളുടെ ഇടയിൽ കിടന്ന് കെട്ടുപോകുന്നു എന്ന് വചനം പറയും. വേറെ ചിലതുണ്ടല്ലോ, മാർഷി ലാൻഡാണ്. എന്താ ഈ മാർഷി ലാൻഡ്? ഇവിടെ വെള്ളമുണ്ട്, ചെളിയുണ്ട്, പക്ഷെ ഇതിന്റെ കോമ്പിനേഷൻ ശരിയല്ല. സ്തോത്രം ചെയ്യാൻ. അപ്പൊ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ണുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊരു കോമ്പിനേഷൻ റേഷ്യോ ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഇത് കുഴഞ്ഞു കിടക്കുന്നതിനകത്തൊന്നും ഈ വിത്ത് വീണ എന്ത് ചെയ്യത്തില്ല, ഇത് വളരത്തുമില്ല, ഇത് ജീവിക്കത്തുമില്ല, ഇത് അഴുകിപ്പോകത്തേ ഉള്ളൂ. സ്വന്തമായി എനിക്ക് മണ്ണുണ്ട്, എനിക്ക് വെള്ളമുണ്ട് എന്നൊന്നും അവകാശപ്പെട്ടിട്ട് കാര്യമില്ല. നിനക്ക് നല്ല കോമ്പിനേഷൻ വേണം. ഇത് നിലനിർത്താനുള്ള, വളർത്താനുള്ള കോമ്പിനേഷൻ വേണം. മറ്റൊന്ന്, ഈ ഫോട്ടോസിന്തസിസ് ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ, ഈ നമുക്കറിയാം, ഒരു ചെടി അങ്ങോട്ട് വെച്ചാൽ അതിന് പുറത്ത് ഒരു കലം കമത്തി വെച്ചത് വളരുമോ? വളരത്തില്ല. അതിന് സൂര്യപ്രകാശം വേണം. അപ്പൊ സൂര്യപ്രകാശമില്ല, പ്രകാശ സംശ്ലേഷണം, ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വളരുന്നില്ല. നീ വിത്താണ്, ജന്മമെടുത്തു, തല ഉയർത്തി, പക്ഷെ ചിലതെല്ലാം കൂടെ മൂടിപ്പിച്ച്, പാരമ്പര്യവും ചില സാധനങ്ങളെല്ലാം മൂടിപ്പിച്ച് അതിനകത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ വളരത്തില്ല. നിനക്ക് സൂര്യപ്രകാശം വേണം, സർവശക്തനായ ദൈവത്തിന്റെ പ്രകാശം വേണം. ആ പ്രകാശത്തിൽ നീ സ്വതന്ത്രമായി വളരണം. നിനക്ക് ലഭിക്കുന്ന ആ നന്മയെ ആഗിരണം ചെയ്ത് നീ തല ഉയർത്തി വളരണം. ആരുടെയും കൊടക്കീഴിനകത്ത് ഒതുങ്ങി കിടക്കരുത്. നീ തല ഉയർത്തി വളരണം.
പാരമ്പര്യത്തിനകത്തോ പഴക്കത്തിനകത്തോ ചില ചട്ടക്കൂടിനകത്തോ കെട്ടപ്പെട്ട് കിടക്കാനല്ല ദൈവം നിനക്ക് ജന്മം തന്നത്. നീ വളർന്ന് തല ഉയർത്തി ഫലം കായ്ക്കാനാ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാം? സ്തോത്രം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വളരാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരിക്കൽ നല്ല നിലത്ത് വീഴുന്നത് അധികം ഫലം കായ്ക്കാനിടയാകും. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വളരെ വേദനയോടെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ചില പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന ചില സഹോദരങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നാളുകളായി ഭാരപ്പെടുക, കർത്താവേ ഇന്നാര് ഒന്ന് വിടുതൽ പ്രാപിച്ചിരുന്നെങ്കിൽ. ദൈവവൈതലേ, ഈ നാളുകൾക്കുള്ളിൽ ദൈവം ചില പ്രവൃത്തി നിന്റെ വീട്ടിൽ ചെയ്യാൻ പോകുക. നീ നിരാശയോടെ, സ്തോത്രം, ഇവിടുന്ന് എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് മാറി മറ്റൊരു സ്ഥലത്ത് എത്തണം, പക്ഷെ കഴിയുന്നില്ല, അതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല, വഴി തുറക്കുന്നില്ല എന്ന് ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിന്നോട് പറയാനുള്ളത്, നീ നിത്യജീവനും വേണ്ടി മാത്രം ചിന്തിക്ക്, അതിനുവേണ്ടി മാത്രം ഒരുങ്ങിക്കൊടുക്കുക. ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിനക്ക് അതേ സ്തോത്രം ക്രമീകരണം വരുത്താനുണ്ടോ? ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ അതിന്റെ പുറംകവർ പൊളിഞ്ഞ്, അതിന്റെ പല പല മണ്ഡലങ്ങൾ പൊളിഞ്ഞ് അകത്തെ ജീവൻ മാത്രം വളരാനുള്ള അതേ സാഹചര്യമായി നിന്റെ ചുറ്റുപാടുകളെ എടുക്കാൻ നിനക്ക് തയ്യാറാണെങ്കിൽ, നീ അതിന് തയ്യാറാണെങ്കിൽ, നിശ്ചയമായും പുതിയൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് ദൈവം നിന്നെ വളർത്തി അവിടെ ഫലം പുറപ്പെടുവിക്കുന്ന മണ്ഡലങ്ങൾ ഒരുങ്ങാൻ പോവുക. എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ പോവുക. ചിലർക്ക് കൃപാവരങ്ങളെ നിറയപ്പെടാൻ പോവുക. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി മനസ്സ് വെക്കുമെങ്കിൽ ദൈവം നിങ്ങളെ നിറയ്ക്കുന്ന പകൽക്കാലമാണ് എന്ന് വ്യക്തമായ ബോധ്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാല സർവശക്തനായ ദൈവം നിന്റെ മേൽ അനുഗ്രഹത്തിന്റെ അതേ ശക്തമായ മാരി അവൻ പകർന്നു തരട്ടെ. രക്തത്താൽ ജയം. ഈ മഹാമാരിയുടെ കാലത്ത് അനുഗ്രഹമാരി നേടാനായിട്ട് ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയാണ് നാം തകർന്നുടയേണ്ടത്? എവിടെയാണ് നമുക്ക് മാറ്റം വരേണ്ടത്? ഹല്ലേലൂയ. നമുക്ക് മാറ്റം വരേണ്ടത് നമ്മുടെ അകത്തൊരു ജീവനുണ്ടെന്നും ഈ ജീവൻ വളരേണ്ടതാണെന്നും ഇത് ഫലം കായ്ക്കേണ്ടതാണെന്നും വ്യക്തമായ ബോധ്യത്തോടെ ചുവടുവെക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അതേ താൽക്കാലികമായ പല പല നേട്ടങ്ങളെയും മാറ്റിവെച്ചിട്ട് നിത്യജീവന്റെ ചിന്തയ്ക്ക് വേണ്ടി മുന്നോട്ട് ഓടാൻ കഴിയത്തുള്ളൂ. ഇന്ന് പലരെയും താൽക്കാലിക നേട്ടങ്ങൾ കുരുക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുകയാണ്. നമുക്കറിയാം, ദെബോര ഒരിക്കല് അതേ എല്ലാവരെയും തട്ടി ഉണർത്തി അതേ യുദ്ധത്തിന് വരാനായിട്ട് പലരും മുന്നോട്ട് വന്നു. എന്നാൽ ദാനിന്റെ അടുക്കല് അതേ ഒരു മെസ്സേജ് അയച്ചു, ഇവിടെ യുദ്ധം നടക്കുകയാണ്, നിങ്ങൾ എല്ലാവരും വന്ന് യുദ്ധത്തിന് തയ്യാറാകണം, നമ്മുടെ സഹോദരങ്ങൾ രക്ഷപ്പെടണം. അവിടെ ഇതാ കിലുകിൽ ആരവം കേട്ടോ, വാളുകളുടെ ശബ്ദം കേട്ടോ, പരിചകൾ മുട്ടുന്ന ശബ്ദം കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും വന്ന് യുദ്ധം ചെയ്യണം. ഉടനെ അതേ ദാൻ അങ്ങ് ഉണർന്നു. വേണം, നമുക്ക് ഇപ്പൊ തന്നെ യുദ്ധത്തിന് പോകണം, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോ നോക്കിയപ്പോ അവന്റെ കപ്പലുകളൊക്കെ അവിടെ കിടക്കുന്നു. ദാൻ കപ്പലുകൾക്കരികെ കപ്പലുകൾ കിടക്കുന്നു. എടാ, നാളത്തെ എൻ്റെ ബിസിനസ് നാളെ എങ്ങനെയാകും? ഈ കിട്ടുന്ന കാശൊക്കെ എങ്ങനെ കളയും? അതൊന്നും കളയാൻ പറ്റത്തില്ല. കൂടാതെ ഈ ജാതികളിൽ പലരും നമ്മുടെ കൺസ്യൂമേഴ്സാ, അവര് നമ്മുടെ കസ്റ്റമേഴ്സാ. അപ്പൊ അവരെയൊക്കെ എങ്ങനെ കളയും? ഞാൻ ആ യുദ്ധത്തിന് പോയി എൻ്റെ തല അവിടെ കണ്ടാൽ ഇവര് എന്നോട് അടുക്കുവോ? എൻ്റെ ബിസിനസ്സിലേക്ക് വരുവോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. അദ്ദേഹം പെട്ടെന്നൊരു കത്തൊക്കെ എഴുതി വന്നയാളിൻ്റെ കൊടുത്തു വിട്ടു. അതെ, എനിക്ക് ഇവിടെ ഇത്തിരി തിരക്കുണ്ട്, അതുകൊണ്ട് ഒരു കെട്ട് നോട്ട് 1,00,000 രൂപ എടുത്ത് ആളിനെ കൊടുത്ത് നിങ്ങൾക്ക് എത്ര ചെലവ് വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ കാര്യം കൃത്യമായിട്ട് എത്തിക്കാം. നിങ്ങൾ ശക്തമായിട്ട് യുദ്ധം ചെയ്തു, ഞങ്ങൾ കൂടുണ്ട്, ധൈര്യമായിട്ട് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു വിട്ടു. സ്തോത്രം. എന്നാൽ സെബൂലൂനോ നഫ്താലിയോ ഇവര് എൻ്റെ കണക്കൂട്ടല് ഇവര് അതേ വയലിലൊക്കെ ആയിരുന്നു. ഇവിടെ ബോംബെ പറയുന്ന ഒരു ചിന്തയാണ്, വയലിലൊക്കെ ആയിരുന്നു. സ്തോത്രം. വയലില് അവര് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക, അവർ അധ്വാനിക്കുക. അപ്പോഴാണ് ദെബോര വിട്ട ആളുകൾ വന്നത്. അവര് കണക്ക് കൂട്ടി, അധ്വാനിച്ചില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, പക്ഷേ അതിനേക്കാൾ വലുതാ നമുക്ക് നേരിട്ടിരിക്കുന്ന വെല്ലുവിളി. അതുകൊണ്ട് അവർ ആയുധമൊക്കെ അവിടെ കളഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെന്നു. ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞു, നമുക്ക് ദേശത്ത് യുദ്ധമുണ്ട്, അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ ഇരിക്കെ,
നിങ്ങൾ കാര്യങ്ങൾ ചെയ്യ്, ഞങ്ങൾ യുദ്ധത്തിന് പോകുകയാ, ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുക. അതേ നഫ്താലിയും അതേ സെബൂലൂനും ഒക്കെ പോർക്കടമേളുകളിൽ തന്നെ അവർ യുദ്ധം ചെയ്തു. അതേ സ്തോത്രം, ഇസ്രായേൽ ജയിച്ചു. ഇസ്രായേൽ അതേ ബാരാക്കിനോട് ഈ ദെബോര പറഞ്ഞു, നീ പോയി ആ രാജാവിനെ തകർത്തിട്ട് വാന്ന് പറഞ്ഞപ്പോൾ പോകാൻ പറ്റിയില്ലോ. പിന്നെ എനിക്ക് കൂടെ ആരെങ്കിലും വേണം. ചിലർക്കൊണ്ട് ഇന്നടുത്ത് പോകാൻ പറഞ്ഞ് പോകാൻ തയ്യാറല്ല, കൂടെ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തെങ്കിലേ പോക്ക് നടക്കത്തുള്ളൂ. അപ്പോ ദൈവം അതേ ദെബോരയോട് പറഞ്ഞു, ഇവനല്ല ഇതിന്റെ മഹത്വം വരുന്നത്, ഒരു സ്ത്രീക്ക് അതിന്റെ മഹത്വം കിട്ടും. ഈ ആയേലാണ് ആ മഹത്വം നേടിയത്. സ്തോത്രം, അവളാ സീസരെ കൊന്നത്, അവളാണ് ജയിച്ചത്. സ്തോത്രം, ഇന്ന് പകൽക്കാലം മനസ്സിലാക്ക്, ദൈവം തരുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ, ദൈവം തരുന്ന സാഹചര്യങ്ങളെ നഷ്ടപ്പെടുത്താതെ, അതിന്റെ ഭാവിയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട്, നമ്മെ വിളിച്ചത് എന്തിനെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായി ചുവടുവെക്കാൻ തയ്യാറാകുമെങ്കിൽ ഒരുപക്ഷെ മറ്റാർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഗിദെയോന്റെ കാര്യം നാം ചിന്തിച്ചു നോക്ക്. അവനെ കുറിച്ച് ഒരു ദൈവം വെളിപ്പാട് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് ഒരു സാധാരണ ബാർലിയുടെ യവത്തിന്റെ അപ്പമായിട്ടാ. അതായത് അതിന്റെ സംഭവം നിങ്ങൾക്കറിയുമോ? അതെ, ഗിദെയോൻ ഇങ്ങനെ ഉള്ളിൽ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഗിദെയോനോട് ദൈവം പറഞ്ഞു, നീ ഇന്ന് രാത്രിയില് അതേ ഫെലിസ്തീയ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരുടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെല്ലുമ്പോൾ അപ്പൊ നിനക്ക് പേടിയുണ്ടെങ്കിൽ നിന്റെ കൂട്ടുകാരനായ പൂരിയും കൂടെ കൂട്ടിക്കോ. അവിടെ ചെല്ലുമ്പോ അതേ ദൈവം നിന്നെ ബലപ്പെടുത്താൻ പോ. അവരെങ്ങനെ രാത്രി ഇറങ്ങി ചെന്നപ്പോ രണ്ട് പടയാളികൾ എഴുന്നേറ്റിരുന്ന്, ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുക. അവരൊറ്റം പറയാ, ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഇസ്രായേലി പാളയത്തിൽ നിന്ന് ഒരു യവത്തപ്പ ഉരുണ്ടുരുണ്ടുരുണ്ട് വന്ന് ഈ പാളയത്തിന്റെ കമ്പെ വന്ന് തട്ടി മൊത്തം കൂടെ തകർന്നു കിടക്കുന്നു. അപ്പൊ മറ്റവനുടനെ വ്യാഖ്യാനിക്കുക, ഇത് വേറെ ആരോ, യോവാശിന്റെ മകനായ ഗിദെയോൻ തന്നെ, രക്തത്താല ജയം. അപ്പോ ഒരു പക്ഷേ ദൈവവൈദ്യരെ നീ കുറഞ്ഞവനാണെന്നോ നിനക്ക് കഴിവില്ലെന്നോ അത് മറ്റൊക്കെ നീ ചിന്തിക്കരുത്. അതേ സാധാരണ ശ്രേഷ്ഠന്മാരുടെ ഭക്ഷണം അത് മേൽത്തരമായ ഗോതമ്പ, ഒരുപക്ഷെ അതൊന്നും ഉപമിക്കാൻ നിന്നെ കാണുകയില്ല. എന്നാൽ നീ കേവല യവമാണ്, ബാർലിയാണ്. അതേ പാവപ്പെട്ടവന്റെ ഭക്ഷണമാണ് ബാർലി. എങ്കിലും ആ ബാർലിക്ക് കഴിയും ചില കൂടാരങ്ങളെ തട്ടിമറിക്കാൻ. ആ ബാർലിക്ക് കഴിയും ചിലതൊക്കെ മറിച്ചു കളയാൻ. അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചാൽ, അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചാൽ, തിരഞ്ഞെടുപ്പ് നിനക്കുണ്ടെങ്കിൽ, നിയോഗം നിനക്കുണ്ടെങ്കിൽ, അതെ പരന്നു കിടക്കുന്ന പാളയങ്ങളിലെ ശത്രുവിന്റെ എണ്ണമല്ല നീ നോക്കേണ്ടത്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാ. ആ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ, നിന്നെ തകർക്കാൻ അവിടെ കിടന്ന് പതിയിരിക്കുന്ന പാളയങ്ങളുടെ മുഴുവൻ തൂണുകളും തട്ടിത്തകർത്ത് കളഞ്ഞ് വിജയത്തിന്റെ മണ്ഡലം ഒരുക്കാൻ 35,000 പേര് കൂടെ വന്നിട്ട് അവരെ ആരെയും കൂടെ കൊണ്ടുപോകാതെ കേവലം 300 പേർ നിയോഗമുള്ളവരെ തിരഞ്ഞെടുത്ത് ശക്തമായ യുദ്ധം ജയിച്ച് ഒരൊറ്റ മനുഷ്യൻ ഒരു സമൂഹത്തെ തോൽപ്പിക്കുമെന്ന അതേ ഉദാഹരണം പഠിപ്പിച്ചു വിട്ട ദൈവമാ ഇന്നും നമ്മുടെ കൂടെ ഉള്ളത് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാം. മഹാമാരി വരട്ടെ, വെല്ലുവിളി വരട്ടെ, ഏത് പ്രതിസന്ധി വരട്ടെ, അതിന്റെ നടുവിലും ഈ ദിവസങ്ങളിൽ ശക്തി പ്രാപിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക. എന്തിനാ ഇങ്ങനെ ഇരിക്കാൻ അവസരമുണ്ടായത്? പലർക്കും ഇരിക്കാൻ അവസരമില്ലായിരുന്നു, തിരക്കായിരുന്നു, ഓട്ടമായിരുന്നു, മറ്റു പല കാര്യങ്ങളില് അത് വ്യാപൃതമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരിക്കാൻ അവസരം തന്നപ്പോ ഈ ഇരിക്കുന്ന അവസരം മോശ ആ സീനായുടെ മുകളിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നത് പോലെ നീ ചിലത് നേടിയെടുക്കാൻ, പുതിയത് ചിലത് കൈയെഴുത്ത് പ്രതികൾ നിന്റെ ഹൃദയത്തിനകത്ത് പ്രാപിക്കാൻ നീ തയ്യാറാകുമെങ്കിൽ, അതിനെ നീ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഇറങ്ങി വരുമ്പോ അല്ലെങ്കിൽ ചിലതിന്റെ അതേ ഉല്ലാസങ്ങളും ആഘോഷങ്ങളും ഒക്കെ തച്ചുടച്ച, ചിലതിനെ വെട്ടിമാറ്റിക്കളഞ്ഞ, ചിലതൊക്കെ അതേ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചെടുക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ ലഭിച്ചിരിക്കുന്ന സമയങ്ങളെ വെറുതെ കളയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനും അതേ ഉപവസിപ്പാനും ഒക്കെയും ദൈവജനം തയ്യാറാകട്ടെ. നിങ്ങളങ്ങനെ തയ്യാറാകുന്നവരാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. മുമ്പേ എന്നെ വിളിച്ചപ്പോൾ ഈ പ്രസംഗത്തിനിടയിൽ ഒരു അതേ ഡിസ്കണക്ഷൻ വന്നു. എന്താ കാര്യം? ഒന്നുകില് ചാർജ് തീർന്നു പോയി, അല്ലെങ്കിൽ കണക്ഷൻ കിട്ടുന്നില്ല. ഇതിനകത്തൊരു സിം കാർഡ് ഉണ്ടല്ലോ, ഈ സിം കാർഡും ടവറും തമ്മിൽ എന്തോ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എപ്പോൾ പോകുന്നു അപ്പോ കണക്ഷൻ പോകും. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞ്, അവർ ഹാർട്ട് ഈസ് എ കോണ്ടാക്ട് പോയിന്റ്. നമ്മുടെ ഹൃദയം ഒരു കോണ്ടാക്ട് പോയിന്റാ. അതുകൊണ്ട് നിന്റെ ഹൃദയം ദൈവത്തിൽ എപ്പോഴും കോണ്ടാക്ട് ആകണം. ഹൃദയം ഒരു പ്രാർത്ഥനാ മുറിയാകണം. അങ്ങനെ പ്രാർത്ഥനാ മുറിയാകുന്ന, കോണ്ടാക്ട് പോയിന്റ് ആകുന്ന ഒരവസ്ഥ
അവസ്ഥയിലാകുവാൻ ആ ദൈവം നമുക്ക് ഇങ്ങനെ മുറിക്കകത്ത് ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം തന്നത്. ആലയത്തിൽ ചെന്ന് അവിടെ ഇവിടെയും മറ്റവരെയും കണ്ട് കുറ്റം പറഞ്ഞോ, അവരുടെ കുറ്റം കണ്ടുപിടിച്ചോ, അല്ലെങ്കിൽ മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന ദൂതുകളും പറഞ്ഞ് പ്രബോധനം പറഞ്ഞ് ചാടിക്കളിച്ച് നടച്ച പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പത്തെ പെരയ്ക്കകത്തിരുന്നു ദൈവമേ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തുകൊള്ളൂ, നിനക്ക് മടങ്ങി വരാനുള്ള അവസരം ദൈവം ഒരുക്കിയിരിക്കുക. ഇന്ന് പകൽക്കാലം മടങ്ങി വന്ന് പുതിയ കൃപ പ്രാപിച്ച് പുതിയ ശക്തി പ്രാപിച്ച് ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാനുള്ള അവസരങ്ങളിലേക്ക് ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെ, ഗോതമ്പമണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും. ഈ കൊറോണ കാലം കഴിയുമ്പോഴും പഴയതുപോലെ തനിയെ ഇരിക്കാനാണെങ്കിൽ ഈ കൊറോണ കാലം നിനക്ക് ദോഷമായി ഭവിക്കും. എന്നാൽ ഈ കൊറോണ കാലം കഴിയുമ്പോൾ പുതിയൊരു ജന്മമായി പുതിയൊരു അനുഭവമായി കരുത്തോടെ പുതിയ ബലത്തോടെ പുറത്തു വരുവാൻ ഫലം പുറപ്പെടുവിക്കാനുള്ള അനുഭവങ്ങളിലേക്ക് ദൈവവൈതലെ വരുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഈ കൊറോണ കാലം നിന്റെ ജീവിതത്തിൽ നിത്യജീവന്റെ ഇരട്ടി ഇരട്ടി ഫലമായി മാറുവാൻ ഇടയാകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഈ കാലം എന്റെ ജീവിതത്തിൽ ഒരു പുതിയ ശക്തി നേടുവാൻ, പുതിയ അനുഭവം പ്രാപിപ്പാൻ, പുതിയ കൃപ പ്രാപിപ്പാൻ, പുതിയ ബലം പ്രാപിപ്പാൻ എന്നെ ഒരുക്കണമേ. എവിടെയാണ് ഞാൻ മരിക്കേണ്ടത്, എവിടെയാണ് എന്റെ ചില ജീവിതങ്ങളുടെ അനുഭവങ്ങൾ മാറേണ്ടത്, എവിടെയാണ് ഞാൻ കെട്ടുപോകേണ്ടത് അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പുതിയൊരു അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്ക്. ആ പ്രോഡിഗൽ സൺ പറഞ്ഞതുപോലെ അപ്പന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം കളഞ്ഞിട്ട് ലോകത്തിന്റെ ബന്ധങ്ങൾ കൂടാൻ അവൻ പോയിട്ട് മടങ്ങി വന്നവർ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്, എന്റെ അപ്പന ഭവനത്തിലെത്തിയോ സന്തോഷത്തോടെ സന്തോഷത്തോടെ കഴിയുന്നു. ഹല്ലേലൂയ, ഞാൻ മടങ്ങി വരുന്ന പകൽക്കാലം മടങ്ങി വരുവാൻ ആഗ്രഹമുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാകാം, സ്നാനപ്പെട്ടവരാകാം, അഭിഷേകം ചെയ്യപ്പെട്ടവരാകാം. എന്നാൽ ദൈവവൈദ്യരെ ജീവിതത്തിന്റെ പല പല മേഖലകളിൽ നമ്മുടെ ഹൃദയത്തിലെ ചില വിചാരങ്ങളിൽ അനുഭവങ്ങളിലൊക്കെ പരാജയപ്പെട്ട് ക്ഷീണിച്ച് കഴിഞ്ഞുകൂടുന്ന മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് ദൈവസന്നിധിയിൽ ഒരു മടങ്ങി വരവിനുള്ള കാലഘട്ടമായി ഈ കൊറോണ കാലഘട്ടത്തെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിച്ചെങ്കിൽ, നിങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മളെല്ലാം കരുത്തുറ്റ ബലത്തോടെ പുറത്തേക്ക് വരുവാൻ ഇടയാകും. അതിനായിട്ട് ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും രോഗികളായി ഭാരമുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിലേക്ക് അടുത്തിയെല്ലാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പകൽക്കാലത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്ധകാരത്തിന്റെ വെല്ലുവിളികളെ തകർത്തുകൊണ്ട് ആത്മാവിൽ മുന്നേറുവാൻ, കർത്താവ് ജഡത്തെ തകർത്തുകൊണ്ട് ആത്മാവിന്റെ ജയം പ്രാപിച്ചെടുക്കുവാൻ ഈ ജനതയും അനുഗ്രഹിക്കണമേ. രോഗികളായി, ക്ഷീണിതരായി, ഭാരമുള്ളവരായി ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർക്ക് സൗഖ്യവും ബലവും കൊടുക്കുമാറാകണമേ. മാനസിക തകർച്ചയിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവശക്തി അവരുടെ മേൽ പകർന്ന് അവരെ ബലപ്പെടുത്തുമാറാകണമേ. പുതിയൊരു തലത്തിലേക്ക് അവർ വളർന്നു വരുവാൻ ദൈവരെ സഹായിക്കണമേ. അതിനെതിരെ നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്. അങ്ങ് പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ദൈവമക്കളെ, ദൈവദാസനെ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന ദൈവദാസന് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ.